ഇവിടെയെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നിവർത്തി വെച്ചിട്ട് കെട്ടേണ്ടതാണ്. ഇപ്പം നിർത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാം മൊത്തം വീട്ടിൻ്റെ പണി കിട്ടും. അതുകൊണ്ട് ഇപ്പം നിവർത്തുന്നില്ല. അങ്ങനെ എന്തെല്ലോ ഐറ്റംസ് സാധനം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാ നാളെ പാട്ടത്ത് സ്കൂളിലേക്ക് ചമീക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ ടീച്ചർ പറഞ്ഞു. അപ്പൊ അതെല്ലാം ഉണ്ടാക്കുന്ന തിരക്കില്ല. എന്നിട്ടും ഇരുന്നിട്ടല്ല കാലിന്റെ കയ്യിലും വേണ്ടെടുക്കുന്നത്. അപ്പൊ ഇത് അമ്മ കൊറേ സഹായിച്ചിട്ടുണ്ട്. ഫുൾ മുച്ചിട്ട് നാളെ പ്രവേശനോത്സവല്ലേ അല്ലേ? അപ്പൊ സാനി പിന്നെ ഇതെടുത്തിട്ട് വീഡിയോയില് ഇട്ടിട്ട് അംഗൻവാടിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് വീഡിയോയിലേക്ക് ഇട്ടിട്ട് കണ്ടിട്ട് സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചിട്ട് കുറച്ചും കൂടി ആയിത്തരം ചോദിച്ചിട്ട് അങ്ങനെ വിളിച്ചിരുന്നത് സാനി. അപ്പൊ സാനിക്ക് ഇപ്പം പണിയായി. ഇന്ന് പിന്നെ രാവിലെ തുടങ്ങിയാണ്. കുറെ പേരെന്തെല്ലോ അപ്പുറം വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെയും വീഡിയോ കൂടി കാണിച്ചു തരാം. അപ്പുറത്ത് പറയുന്ന സാനി മാത്രമല്ല, ഇവിടെ ഫുള്ള് നല്ല നീ വിളിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ വരുന്നത്. പൂച്ചയുണ്ട് പോലും വണ്ടീൻ്റെ അടിയിൽ കുടുങ്ങിയിട്ട്. എവിടെയാന്ന് ഞാൻ കാണുന്നില്ല. കാണുന്നുണ്ടാ? അങ്ങ് ഉള്ളിലുള്ള അതാ കാണുന്നില്ല. ലെൻസിന് പിടിക്കാൻ കഴിയണ്ടേ? എന്റെ അമ്മ വണ്ടീന്റെ ഉള്ളിലാവുള്ളേ. ഇപ്പൊ ചെയ്യാ എന്റെ തലയാ ഇങ്ങോട്ടുള്ളത്. ഈശ്വരാ, മാമനെ വിളിക്ക്, രാജമാമനെ വിളിക്ക്. വേറെ ചെയ്യാ, അല്ലാണ്ട് നമ്മള് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അതിനുള്ളിൽ ചത്തൂലേ. സ്കൂളിലേക്കും പോവാൻ സമയമില്ലേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് രാജമാമനെ വിളിക്കാം. അത് എങ്ങനെയോ അതിൻ്റെ ഉള്ളിൽ നീ ആ സൈഡിലും തട്ടി നോക്കിയാട്ടെങ്കിൽ തുള്ളോ നോക്കാലേ. അത് പേടിച്ചിട്ട് ബാക്ക് അതിന് ബാക്കോട്ടേക്ക് വരാനൊന്നും ചെയ്തില്ല അല്ലേ? തട്ടി നോക്ക്. അനങ്ങുന്നുണ്ട് തട്ട്. തട്ട് ഓടി. നമ്മൾ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല. സ്കൂളിൽ പോകേണ്ട ഇത് സന്തോഷവും മാത്രല്ല, സ്കൂളിലേക്ക് ഇതെല്ലാം ഡെക്കറേഷൻ ചെയ്യേണ്ട സാധനങ്ങളിലാക്കേണ്ടതുകൊണ്ട് ഉറങ്ങിയിട്ടേ ഇല്ല. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ടില്ലോ. ഞാൻ ഒരു 12 മണി സമയത്ത് നോക്കുമ്പോൾ സാനി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്നത്. അപ്പൊ നേരത്തെ വണ്ടിയുടെ ഉള്ളിൽ പൂച്ച കയറിയിട്ട് നമ്മൾ വെച്ച് പോവാനൊന്നും കഴിയില്ലെന്ന് വെച്ചിട്ട് ഈ ചങ്ങായില് കയറിയ കറുപ്പും പള്ളിയും 4 കുട്ടികളുണ്ട്. ഒന്ന് മുകളിലുള്ള മേലെ പ്രസവിച്ചിട്ട് കുറുക്കൻ കടിച്ചുകൊണ്ട് പോകുന്നതായിട്ട് പ്രസവിച്ചിട്ട് മേലെ കൊണ്ട് വെക്കലാന്ന്. എല്ലാ പ്രാവശ്യം എന്താ ഈ ചങ്ങായി കുറേ പ്രാവശ്യം പ്രസവിക്കും. എല്ലാവരും കുറുക്കൻ രാവിലെ ആകുമ്പോഴത്തേക്കും കുറുക്കൻ കടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് ഇപ്രാവശ്യം മേലെല്ലാന്ന് കൊണ്ടുപോയിട്ട് പ്രസവിച്ചിട്ടില്ല. ഇപ്രാവശ്യം കുട്ടികൾ ഇത്രയായി. ഫസ്റ്റ് ദിവസം തന്നെ അച്ഛനോട് ഞാൻ ബസ് സ്റ്റോപ്പ് കൊണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 6-7 കിലോമീറ്റർ ഉണ്ട് മൈലേക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് നടന്നിട്ട് പോയിട്ട് വേണം ബസ് വരാൻ. 1 കിലോമീറ്റർ നടക്കണം അല്ലേ? അതുകൊണ്ട് അച്ഛൻ കൊണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഫസ്റ്റ് ദിവസമല്ലേ, ഇന്ന് കൊണ്ടാക്കിയേക്കാം. എനിക്ക് സങ്കടമുണ്ട് സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ കൊല്ലത്തെ ചങ്ങായിമാരെ കിട്ടാത്തതുകൊണ്ടുള്ള സങ്കടമുണ്ട്. ഇക്കൊല്ലം പുതിയ ചങ്ങായിമാരെ കിട്ടുന്ന സന്തോഷമുണ്ട്. അപ്പൊ ഇതാ മഴയിൽ നമ്മൾ പോവാൻ നോക്കുമ്പോഴത്തേക്ക് എന്നിടാ മഴക്കാലം വന്നിട്ടുണ്ടല്ലേ. മഴയാണെങ്കിൽ ബസ്സിന് അല്ല നടന്നിട്ട് കൊടിയെടുത്തിട്ട് നടന്നിട്ട് വേണ്ടി വരും സാനി. അപ്പൊ നമ്മള് വെക്കേഷൻ സമയത്ത് വെറുതെ ഇരിക്കുന്നതുകൊണ്ട് കൊറേ വീഡിയോ എല്ലാം ചെയ്തിന്. ഇനി ഇപ്പൊ ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ല. എന്നാലും നമ്മൾ കുറച്ച് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും എന്തായാലും. നമ്മളുടെ സ്കൂളില് ഇതെല്ലാം എടുത്തിട്ട് നമ്മൾ പോവേന്ന്. ഒരു ബോക്സ് നിറച്ചുണ്ടല്ലോ സാനി, കൊറേ ഐറ്റംസ് ഉണ്ടാക്കിയിരുന്നു അല്ലേ? ഇതെല്ലാം ബാക്കിയെല്ലാം പാക്കിയാ ഞാൻ കണ്ടിട്ടില്ലല്ലോ. സ്കൂളിൽ പോകുമ്പോ അവിടെ കൊടുക്കാം, പാട്ടക്ക് സ്കൂളിൽ കൊടുക്കാന്ന് വെച്ചിട്ട്. അപ്പൊ നമ്മള് പൂച്ചേനെല്ലാം ഓടിച്ചു വിട്ടിട്ടുണ്ട്. നമ്മൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി പോകും. സാനി കയറി സാനി, കാറ്റിന് പാടി പോകത്തല്ലോ. അപ്പൊ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സ്കൂളിലേക്ക് പോക്കായി. കാണുന്ന നല്ല സ്റ്റൈലുണ്ടല്ലോ അല്ലേ കുട്ടിയിൽ? കളർഫുള്ളായിട്ടല്ലേ? അപ്പം 3 ആൾ പോകുന്നുണ്ട്. തൊട്ടപ്പുറം വരെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ബൈക്കിൽ 3 ആൾ പോകുന്നത്. അതിന് നമ്മൾ പകുതിക്ക് ഇറക്കി വിടും. നമ്മൾ പോകുമ്പോഴത്തേക്ക് ഇവര് നമ്മളെ വീട് കയ്യേറും. അതാ കാവൽക്കാറാക്കിയിട്ടാണ് പോകുന്നത്. 3 കുട്ടികൾ പിന്നെ ഒരച്ചിയും ഒരാൾ മേലടിയോ വേണം. എടിയാണ് മുള്ള ഇനിയും താലേക്ക് ഇറങ്ങിയില്ല. അപ്പം ബായ്, നമ്മൾ പോയിട്ട് വരട്ടെ. അപ്പോൾ ഇതാണ് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂള്. സാനി മുമ്പേ പഠിച്ച സ്കൂളാണിത്.
ഇപ്പോൾ ഹൈസ്കൂളിലേക്ക് മാറിയത് കൊണ്ടാണ്. ഈ സ്കൂളിലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. ടീച്ചർ കേട്ടോ എന്നാ മായ ടീച്ചറേ. അപ്പോൾ ഇതാണ് നമ്മളെ മായ ടീച്ചർ. ഇതാ ടീച്ചറിൻ്റെ അപ്പുറം. ഇതാ ടീച്ചറേ, ഒന്ന് കുട്ടിയൊക്കെ പുതിയ കുട്ടിയൊക്കെ ഒരു ആശംസ പറഞ്ഞേ, സ്കൂളിലേക്ക് പോന്നെ പുതിയ കുട്ടിയൊക്കെ ഒന്ന്. വാ, ഇതാരാ? ഓ, ഇത് പുതിയ ടീച്ചറാ, നമ്മൾ പരിചയപ്പെട്ടില്ല കേട്ടോ. കണ്ടോളൂ, നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. ടീച്ചറെ പേരുന്നാ? സാനിയുടെ പഴയ ടീച്ചറാണ്. പ്രവേശനോത്സവമാണ്. അപ്പോൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന എല്ലാ കുട്ടികൾക്കും ആശംസകൾ നേരുകയാണ്. ഓക്കെ. വെൽക്കം. അപ്പൊ ഇതാണ് നമ്മുടെ ബസ് സ്ഥലം. ബസ് വരുന്നുണ്ട് തോന്നുന്നു. അപ്പൊ എന്നാ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിരുന്നാലും എല്ലാവർക്കും ബൈ.